നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കാലവർഷം ശക്തമായ സാഹചര്യത്തിൽ എറണാകുളം, കാസർഗോഡ്, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് അവധിയായിരുന്നു. ഇത്തരം അവധികൾ പ്രഖ്യാപിക്കുമ്പോൾ അത് തലേ ദിവസം തന്നെ പ്രഖ്യാപിക്കണം എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി ജില്ലാ കലക്ടർമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അവധികൾ നേരത്തെ പ്രഖ്യാപിക്കാതിരുന്നാൽ സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്ത് എന്നാണ് പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും അവരുടെ അഭിപ്രായങ്ങൾ പൊതുവേദിയിൽ പങ്കുവയ്ക്കാം. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ആദ്യ കോളർ മഞ്ചേരിയിൽ നിന്ന് ശ്രീ മുഹമ്മദാണ്. ശ്രീ മുഹമ്മദ്, ഈ അവധി രാവിലെ പ്രഖ്യാപിച്ചാൽ കുട്ടികൾ കുടുങ്ങിപ്പോകുമെന്ന് സാധാരണ രക്ഷിതാക്കൾ പറയാറുണ്ട്. എങ്ങനെ തോന്നുന്നു ശ്രീ മുഹമ്മദിന് ഈ കാര്യം കേട്ടിട്ട്? ബാലകൃഷ്ണൻ വടകരയിൽ നിന്ന് ബാലകൃഷ്ണൻ എന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ശ്രീ ബാലകൃഷ്ണൻ, ഈ അവധി പ്രഖ്യാപനം വൈകുന്നത് ആളുകളെ പ്രതിസന്ധിയിലാക്കാറുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം. പ്രകൃതിക്ഷോഭം മുതലുള്ള കാരണം കൊണ്ടുള്ള അവധി എപ്പോ ആക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ സാറേ. അത് നമ്മുടെ കാലാവസ്ഥക്കനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റും. അത് മുൻകൂട്ടി ആക്കണം എന്ന് പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ വർഷകാലത്ത് കൊടും മഴ പെയ്യുന്ന കാറ്റുണ്ടാകുന്ന സമയത്ത് ഒരാഴ്ച അവധിയാക്കേണ്ടി വരും. അതിൽ സർക്കാരിന് ഒരു കുറ്റവും പറയാനില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ മന്ത്രിയാണ് പറഞ്ഞത് തലേ ദിവസം തന്നെ പ്രഖ്യാപിക്കുക എന്ന്. അപ്പൊ കലക്ടർമാർക്ക് ഇതിന് സാധിക്കുമോ എന്നതാണ് ഒരു പ്രശ്നമായി വരുന്നത് അല്ലേ? അല്ല, മന്ത്രി പറഞ്ഞത് സത്യമാണ്. പക്ഷെ കലക്ടർമാർക്ക് പോസിബിൾ അല്ല. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ കാലാവസ്ഥ നാളെ നന്നാവോ ഇല്ലയോ എന്ന് കലക്ടർക്ക് മുൻകൂട്ടി കാണാനാവില്ലല്ലോ. പക്ഷെ സത്യത്തിൽ ഇതിൽ ആരും കുറ്റക്കാരല്ല. പക്ഷെ നമ്മൾ നോക്കിയും കണ്ടും കാലാവസ്ഥക്കനുസരിച്ച് ആക്കുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ 8 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പുറപ്പെടുന്ന കുട്ടികളുണ്ട്. 9 മണിക്ക് അവധി പ്രഖ്യാപിച്ചാൽ അവരെ രക്ഷിതാക്കൾക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം രക്ഷിതാക്കളും വീട്ടിൽ നിന്ന് ഓഫീസിലേക്കോ മറ്റോ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ആ കുട്ടികൾ ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രകൃതിക്ഷോഭയല്ലേ സാർ. അല്ലാതെ നമുക്ക് സ്കൂൾ ബന്ധാക്കാനോ അവധി പ്രഖ്യാപിക്കാനോ മന്ത്രിയോ സർക്കാരോ ഒന്നും തുനിയുന്നില്ലല്ലോ. ഇത് നമ്മളെ കുട്ടികളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് മന്ത്രി പറഞ്ഞത് ശരിയാണ്. കളക്ടർമാർ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാ. ആരെയും കുറ്റപ്പെടുത്താനൊന്നും പറ്റൂല. രക്ഷിതാക്കളും സർക്കാരും ഉദ്യോഗസ്ഥരും ഒത്തൊരുമിച്ചങ്ങ് യോജിച്ചു പോകും. അത്രയേ അതിന് വഴിയുള്ളൂ. പ്രകൃതിക്ഷോഭമല്ലേ. വളരെ നന്ദി അവിടെ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. ബാലരാമപുരത്ത് നിന്ന് ഒരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, ശിവദാസൻ. ഈ വീട്ടിൽ കുട്ടികളൊക്കെ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കാറുണ്ടോ? പെട്ടെന്ന് അവധിയെക്കുറിച്ച് അറിയാതെ അവസാന നിമിഷം ഇത് അറിയുകയും പിന്നെ പ്രയാസത്തിലാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ടോ? അതായത് മിനിസ്റ്റർ കാര്യമാണ്. പക്ഷേ പ്രകൃതി നല്ല മഴയും കാറ്റും മഴയും ഒരു പറയാം വല്ലാത്തൊരു അന്തരീക്ഷമാണ്. നാളെ പൊതു അവധിയാണെന്ന് പറയാം. കാരണം കാലാവസ്ഥ ആയതുകൊണ്ട്. അല്ലാതെ ഒരു പ്രകൃതി ഒന്നുമില്ലാതിരിക്കുമ്പോ നാളെ അവധി കൊടുക്കണമെന്ന് കളക്ടർക്ക് പറയാൻ പറ്റത്തില്ല. കാരണം സ്കൂൾ കുട്ടി രാവിലെ ഉറക്കണീറ്റ് 6 മണിക്ക് ഉറക്കണീറ്റ് അവര് വളർത്തി കൊടുത്ത് ബസ്സിൽ കയറ്റി വിട്ടിട്ട് അച്ഛനമ്മമാർ ജോലിക്ക് പോകും, കൂലിപ്പണിക്കാർ ജോലിക്ക് പോകും. അപ്പോഴിപ്പോഴെ തിരിച്ചു കൊണ്ടുവന്നാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇന്നത്തെ കാലാവസ്ഥ രീതി അനുസരിച്ച് മനസാക്ഷിയോടൊപ്പം പറയാൻ പറ്റാണ്. ഞാൻ ചോദിക്കുന്നു, ഇന്നത്തെ അറിയാം എല്ലായിടും മഴയും കാറ്റുമാണ്. അതൊരു ആ രീതി മനസ്സിലാക്കിക്കൊണ്ട് നാളെ പൊതു അവധി പ്രഖ്യാപിച്ചാൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. വീട്ടിലിരിക്കട്ടെ. കൊറോണ സമയത്ത് നമ്മൾ വീട്ടിൽ ഇരുന്നില്ലേ, ഇവിടെ പഠിച്ചില്ലേ, വളർന്നില്ലേ, ബുദ്ധിയും കഴിവില്ലായിരുന്നോ? അദ്ദേഹം 100% ഞാൻ ചോദിക്കുന്നു. പക്ഷെ നേരം പിറ്റേ ദിവസം ഇന്ന് അവധി എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആയതുകൊണ്ടും എല്ലാം അറിയുന്ന വ്യക്തിയാണ് കൃഷ്ണകുട്ടി സാറ്. എന്റെ സുഹൃത്താണ്. അതിലൊക്കെ ഞാൻ കോൺഗ്രസ് സാറിനാണ്. പക്ഷെ കാര്യം ഇത്തിരി ദിവസങ്ങൾ പറഞ്ഞതിൽ ന്യായമായ കാര്യം പറഞ്ഞു. ഇന്നേയും പറയാം നാളത്തെ അവധി ഇന്ന് കാലാവസ്ഥ വളരെ മോശമാണ്. ഇന്നേ പറയണം നാളെ അവധിയാണ്. അതിലൊന്നും കുഴപ്പമില്ല. നാളെ പിറ്റേ ദിവസം നല്ല കാലാവസ്ഥ ആയിരിക്കാം. ഓക്കെ, ആയിക്കോട്ടെ. അങ്ങനെയാലും പേടിക്കേണ്ടതില്ലെന്നാണ്. ഏതായാലും വളരെ നന്ദി അവിടെ നിന്ന് വിളിക്കുക അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ആലത്തൂരിൽ നിന്ന് ഒരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, രവീന്ദ്രൻ. ശ്രീ രവീന്ദ്രൻ, എന്ത് തോന്നുന്നു? ഇത് പ്രായോഗികമാണോ ഈ അവധികൾ നേരത്തെ കൂട്ടി പ്രഖ്യാപിക്കൽ? അതെ, ഈ കാലാവസ്ഥ പ്രവചനവും ലോട്ടറി കച്ചവടം ഒരുപോലെയാണെന്നാ പറയണത്. നാളെ അടിക്കാം അടിക്കാതിരിക്കാം എന്ന് പറഞ്ഞ പോലെ കാലാവസ്ഥ പ്രവചിക്കുക, മുൻകൂട്ടി അവധി പ്രഖ്യാപിക്കുക, അതിൽ ജനങ്ങളെ പിണങ്ങേണ്ട ഒരു കാര്യമില്ല. കാരണം പ്രകൃതി ഇതൊരു വികൃതിയാണ്. അത് ചിലപ്പോൾ പെയ്യാതിരിക്കാം. കുറച്ച് ഒരു
10-40% മാത്രം നമ്മൾ അത് ഉൾക്കൊണ്ടാൽ മതി. ഈ നാളെ പെയ്യും അല്ലെങ്കിൽ നാളെ പെയ്യില്ല, നാളെ കാറ്റ് വീശാം എന്നുള്ളതൊക്കെ അതിനൊക്കെ ജനങ്ങൾ സഹിക്കണം. പക്ഷെ അതിനേക്കാൾ പ്രധാനം ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ ഈ മഴക്കാലപൂർവ്വ ഈ ഓടകളൊന്നും വൃത്തിയാക്കാത്തത് കൊണ്ട് ഉണ്ടായ ഒരു ദോഷമാണ് ഇതിലും ഭീകരമായിട്ട് ഞാൻ കാണുന്നത്. അവധിയൊക്കെ വലിയ കാര്യമായ കാര്യങ്ങളാണോ? നമ്മൾ അതുകൊണ്ട് പനി ഇത്രയും പകരാനുള്ള കാരണം ഈ മഴക്കാലപൂർവ്വമായിട്ടുള്ള ആ വൃത്തിയാക്കലുകൾ ഒന്നും നടന്നില്ല. കൊച്ചിയൊക്കെ ചീഞ്ഞു നാറിയില്ലേ, അതിന്റെ നിന്നാണ് ഈ പനി ഉണ്ടാകുന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട്. പിന്നെ അവധിയെ കുറിച്ച് ഒരു ജനങ്ങൾ പറയരുതെന്ന് എനിക്ക് പറയാം. കളക്ടറൊക്കെ എങ്ങനെ പറയാൻ പറ്റും? അതൊന്നും മുൻകൂട്ടി പറയാൻ പറ്റുന്ന കാര്യമല്ല. മഴ ചിലപ്പോൾ പെയ്യാം, പെയ്യാതിരിക്കാം. വളരെ നന്ദി രവീന്ദ്രൻ ആലത്തൂരിൽ നിന്ന് വിളിക്കുക അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. പള്ളുരുത്തിയിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, പീതാംബരൻ. ശ്രീ പീതാംബരൻ, ഈ മഴയുമായി ബന്ധപ്പെട്ടുള്ള അവധി കുട്ടികളെ വലയ്ക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പീതാംബരൻ എന്ത് തോന്നുന്നു? അതിപ്പോ കാലാവസ്ഥാ നിരീക്ഷണങ്ങള് പറഞ്ഞിട്ട് അവധി കൊടുത്തിട്ട് പിറ്റേ ദിവസം നല്ല തെളിവുണ്ടായ ദിവസങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അതിനും ആൾക്കാർ പ്രതികരിച്ചിട്ടുണ്ട്. ഇത് സന്തോഷിക്കുന്നത് ജീവനക്കാരാണ്, സർക്കാർ ജീവനക്കാരാണ്. പ്രത്യേകിച്ച് ഇപ്പൊ തലേന്ന് പറയണമെന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ക്ലാസ് തുടങ്ങി അല്ലെങ്കിൽ കുട്ടികളുടെ അധ്യയനം തുടങ്ങിയിട്ട് എത്രയോ പ്രാവശ്യം ഉച്ചക്കും ഒരു 3 മണിക്ക് മുമ്പായിട്ടും ഒക്കെ ഇതിനു മുമ്പ് ഇതുപോലെ പെട്ടെന്നുള്ള മഴയും ഇതൊക്കെ വന്നപ്പോൾ വിട്ടിട്ടുണ്ട്. അപ്പൊ അതിനെല്ലാം അങ്ങനെ നമുക്ക് ഒറ്റയ്ക്ക് കുറ്റം പറയാൻ പറ്റില്ല. മന്ത്രിക്ക് അതൊക്കെ പറയാം. മന്ത്രി പറയുന്നത് മന്ത്രിയുടെ ആ ഒരു തീരുമാനം വെച്ചിട്ടാണ്. അത് ഈ ജീവനക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്. കുട്ടികളുടെ പഠനം എന്ന് പറയുന്നത് കഴിയുന്നത്ര വേഗത്തിൽ ചെയ്യണമില്ല. ഒരു കാര്യം കൂടി പറയാം. പനി ഉള്ളതിനാൽ പനിയുടെ പ്രാരംഭമുള്ള കുട്ടികൾ ആരും വരണ്ട എന്ന് ഈ രൂപ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോ പെട്ടെന്നൊരു പ്രകൃതിക്ഷോഭം ഉണ്ടായി. ഇത് നമ്മളാരും ഉണ്ടാക്കുന്നതല്ല. പെട്ടെന്നൊന്നും ചെയ്യാനാവില്ല. പെട്ടെന്ന് അവധി പ്രഖ്യാപിക്കേണ്ടി വരും എന്നാണ് ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല, കളക്ടർക്കും ചെയ്യാൻ പറ്റില്ല. എന്നാലും അദ്ദേഹം 7 മണിക്ക് തന്നെ ഇത് അറിയിച്ചു. ഒരാൾ 7 മണിക്കൊന്നും പുറത്തോട്ട് പോവില്ല. ഏതായാലും വളരെ നന്ദി പ്രീതാംബരൻ പള്ളുരുത്തിയിൽ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. ചന്ദ്രൻ നായർ എന്നൊരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ചന്ദ്രൻ നായരുടെ പരിസരത്തൊക്കെ കുട്ടികൾ സ്കൂളിൽ പോകുന്നവർ ധാരാളം ഉണ്ടാകും. അവരൊക്കെ ഈ അവധിയെ സംബന്ധിച്ച് ആശയക്കുഴപ്പത്തിലാകാറുണ്ടോ? മഴക്കാലത്താണ് ഈ കുട്ടികൾ സുരക്ഷിതരല്ല, രക്ഷകർത്താക്കൾക്ക് വേവലാതി, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിനൊരു പരിഹാരം, ഒരു ശാശ്വത പരിഹാരം എന്നുള്ള രീതിയിൽ സാർ ഈ മഴക്കാലം അവധിക്കാലമാക്കിക്കൊണ്ട് വേനൽക്കാലം പഠനകാലമാക്കി എടുത്തൂടെ? എന്തെല്ലാം മാറ്റങ്ങൾ നമ്മുടെ ഭൂമിയിലും നമ്മുടെ കേരളത്തിലും വരുത്തുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചുകൂടെ? ഈ മഴക്കാലത്ത് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ആ സമയം വേനൽക്കാലത്ത് എന്ന് വെച്ചാൽ പഠനകാലമാക്കി കഴിഞ്ഞാൽ കുറച്ച് മാറ്റം വരില്ലേ? ഒരു പരീക്ഷണം എന്നുള്ള രീതിയിലെങ്കിലും നമുക്ക് ആ കേരളത്തിലൊന്ന് ശ്രമിച്ചുകൂടെ? അപ്പോൾ നമുക്ക് കുറച്ച് സമാധാനം കിട്ടൂലേ സാർ? അതും ഒരു ശരിയായ കാര്യമാണ്. നമുക്ക് മഴ ഇങ്ങനെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മളെ വലിയ തോതിൽ ഭീതിയിലാഴ്ത്തുന്ന ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ചുള്ള ചിന്തകളും കൂടി വേണമെന്നാണ് എനിക്കും തോന്നുന്നത്. ഏതായാലും വളരെ നന്ദി ആ അഭിപ്രായം വിളിക്കുകയും പങ്കുവെക്കുകയും ചെയ്തതിന്. പൊന്നാനിയിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, വിനോദ്. ഈ പൊന്നാനിയിൽ മഴയൊക്കെ എങ്ങനെയുണ്ട്? വലിയ ഭീകരാന്തരീക്ഷമാണോ? അല്ല, കാരണം പൊന്നാനിന്നാണ് ഷിനോദാണ് വിളിക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ പെട്ടെന്നൊരു സമയത്ത് ഈ ഇതേ മഴ സീസണിൽ തന്നെ ആയിരുന്നു സ്കൂളിൽ പിള്ളേർ എത്തിയതിനു ശേഷം ഒരവധി പെട്ടെന്ന് പ്രഖ്യാപിച്ചു സർക്കാർ. കഴിഞ്ഞ പ്രാവശ്യം തോന്നുന്നു ആ സമയത്ത് ഒരുപാട് രക്ഷിതാക്കൾ, ഒരുപാട് ഈ കുട്ടികളെ കൊണ്ടുപോകുന്ന ഡ്രൈവർമാര്, ഓട്ടോ ഡ്രൈവർമാര്, അങ്ങനെയുള്ള മറ്റുള്ളവർക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് സംഭവിക്കുന്ന ഒരു ഇതാണിത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം കളക്ടർക്ക് അവധി തീരുമാനിക്കുക, സർക്കാരിന് അവധി തീരുമാനിക്കുക, സ്കൂളുകൾക്ക് അവധി തീരുമാനിക്കുക. ഭാരതപ്പുഴയോട് തൊട്ടടുത്തുള്ള സ്ഥലമാണ് പൊന്നാനിയുടെ ഏകദേശ ഭാഗങ്ങളും. ഏത് സമയത്തും പ്രളയ സാധ്യത കൂടുതലുള്ള മേഖല. അതുകൊണ്ട് തന്നെ അവധി പ്രഖ്യാപിക്കുമ്പോ നേരത്തെ ഒരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞതുപോലെ നേരത്തെ പ്രഖ്യാപിച്ചോളൂ. നാളെ മഴയില്ലെങ്കിൽ എന്താ? മഴയില്ലെങ്കിൽ നമുക്ക് കുട്ടികളുടെ സുരക്ഷിതത്വമാണ് പ്രധാനം. സേഫ്റ്റിയാണ്, രക്ഷിതാക്കളും സേഫ്റ്റിയാണ്. ഈ ഓട്ടോ ഡ്രൈവർമാർക്ക് അതിന്റെ പിന്നാലെ ഓടേണ്ട ആവശ്യമില്ല. ഏതായാലും വളരെ നന്ദി ഷിനോദ് പൊന്നാനിയിൽ നിന്ന് വിളിക്കുക അഭിപ്രായം പങ്കുവയ്ക്കുകയും ചെയ്തതിന്. മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, ജോയ്. പൂഞ്ഞാറിൽ നിന്നാണ് ജോയ് ചേരുന്നത്. ജോയ്, അവിടെ ഈ മഴ വലിയ പ്രശ്നമാണോ പൂഞ്ഞാറിലൊക്കെ? പൂഞ്ഞാറ്, കോട്ടയം ജില്ലകളിലൊക്കെ മഴ പല സമയത്തും പ്രശ്നമാണ്. പക്ഷെ ഇന്നും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് പ്രായോഗികമായ ഒരു നടപടിയാണെന്നാണ് തോന്നുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ കാലാവസ്ഥ നിരീക്ഷിച്ച് അതിനെ കുറിച്ചുള്ള സൂചന കൊടുക്കുന്നത് കേന്ദ്രത്തിൽ നിന്നാണ്. അവര് കൊടുക്കുന്നത് ചിലപ്പം പെയ്യാതിരുന്നേക്കാം. പക്ഷേ അതാത് ലോക്കലായിട്ടുള്ള പ്രദേശങ്ങളിലെ കളക്ടർമാരാണ് എവിടെ അവധി കൊടുക്കണം എങ്ങനെയുള്ളത്. ആ അവധി പ്രഖ്യാപിക്കുന്നത് കളക്ടർമാർ. വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ ഈ കുട്ടികൾ സ്കൂളിൽ ചെന്നതിന് ശേഷം പ്രഖ്യാപിക്കാതെ
നേരത്തെ തലേ പ്രഖ്യാപിക്കണം, ദിവസമോ അല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ പ്രഖ്യാപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഈ ശ്രീ ജോ, ഈ രാവിലെ പ്രഖ്യാപിച്ചാലും പ്രശ്നമാണെന്നാണ് ചില ആളുകൾ പറയുന്നത്. കാരണം കുട്ടികളൊന്നും രാവിലെ എഴുന്നേറ്റ് ഒരു പക്ഷേ ഈ പത്രമൊക്കെ അങ്ങനെ നോക്കിക്കൊള്ളണമെന്നില്ല പണ്ടത്തെ പോലെ. അവര് രാവിലെ എഴുന്നേറ്റ് കുട്ടികൾ നോക്കിയില്ലെങ്കിലും കുട്ടികളെ സ്കൂളിൽ അയക്കാനുള്ള രക്ഷിതാക്കൾ നോക്കുമല്ലോ. ടി വിയിലോ അല്ലെന്നുണ്ടെങ്കിൽ പത്രം വരുന്നതിപ്പം ടി വിയിൽ രാവിലെ 6 മണി തൊട്ട് വാർത്തകളുള്ളതാണ്. അപ്പോൾ ഈ ഓരോ പ്രദേശത്തെയും പിന്നെ ഇപ്പം കേരളത്തിൽ 14 ജില്ലകളിലും ഒരുമിച്ച് അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ കാലാവസ്ഥ അനുകൂലമായിരിക്കാം, പ്രതികൂലമായിരിക്കാം. ഇപ്പം ഓരോ ജില്ലകളുടെയും പ്രത്യേക സാഹചര്യം താലൂക്കുകളുടെ ഒക്കെ കണക്കിലെടുത്ത് വേണം അത് ചെയ്യാൻ. കളക്ടർമാർക്ക് ആണ് ഇത് ഡിസിസീവായിട്ട് തീരുമാനിക്കാനുള്ള അവകാശമുള്ളത്. അതുകൊണ്ട് അത് വിദ്യാഭ്യാസം പറഞ്ഞ ഏറ്റവും നല്ല കാര്യമാണെന്നാണ് താങ്കൾ പറയുന്നത്. ഏതായാലും വളരെ നന്നായി ജോയ് പൂഞ്ഞാറിൽ നിന്ന് വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. ദുബായിൽ നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, ശ്രീ അബ്ദുൾ റഹ്മാൻ. ശ്രീ അബ്ദുൾ റഹ്മാൻ, ഇവിടെ മഴ തകർത്ത് പെയ്യുന്ന കാര്യമൊക്കെ നിങ്ങൾ പ്രവാസികൾ അറിയുന്നുണ്ടോ? അതുകൊണ്ട് ജനങ്ങൾ നേരിടുന്ന പ്രയാസങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ? ശ്രീ അബ്ദുൾ റഹ്മാൻ ഏത് ജില്ലക്കാരനാണ്? ഞാൻ കണ്ണൂരാണ്. കണ്ണൂരാണ്. അവിടെ കനത്ത മഴയാണ്. കനത്ത മഴയാണ്. പക്ഷേ സാറേ, എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല് നമ്മുടെ പണ്ട് കാലങ്ങളിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിൽ ഇറങ്ങിക്കൊണ്ട് നോക്കിയിട്ട് പറയും, ഇന്ന് നല്ല കോളും മഴയാണ്, കുട്ടികളെ സ്കൂളിൽ അയക്കണ്ട എന്നതുപോലെ ഇന്ന് മഴക്കാറും നല്ല ഇതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് തന്നെ സ്വയം അങ്ങ് അയക്കാതെ ഇരുന്നാൽ പോരെ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നിന്ന് പോലും പറയാൻ പറ്റത്തില്ല, ഓരോരോ വാർഡ് അടിസ്ഥാനത്തിലാണ് മഴ പെയ്യുന്നത്. ചിലപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 2 കിലോമീറ്റർ ഇപ്പുറം മഴ ഉണ്ടാവും, അപ്പുറം മഴ ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മളെ രക്ഷിതാക്കളല്ലേ നമ്മളെ മക്കളെ ശ്രദ്ധിക്കേണ്ടത്. ആർക്കും ഇന്ന് മനസ്സിലാവുന്നത് കാലാവസ്ഥയുടെ ആ മൂടിക്കെട്ടി നിൽക്കുന്ന ഇതൊക്കെ കണ്ടു കഴിഞ്ഞാല്, കാർമേഘമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് ഭയങ്കര മഴയാണ്, നമ്മളെ മക്കളെ സ്കൂളിൽ അയക്കണ്ട. പക്ഷെ അങ്ങനെ അയക്കാതിരുന്നതിന്റെ പേരിൽ മാർക്ക് ഇല്ലാതിരിക്കാനോ വഴക്ക് പറയാനോ സ്കൂൾ ടീച്ചർമാരെല്ലാം ശ്രദ്ധിച്ചാൽ മതി. മഴക്കാലത്തൊന്നും അവർക്കൊരു ചില ഇളവുകൾ കൊടുത്താൽ മതി എന്നാണ് അല്ലേ? കൊടുത്താൽ മതി, അതാണ് നല്ലത്. ഇപ്പൊ എന്ന് പറഞ്ഞാൽ മന്ത്രി ചെയ്തത് നല്ലൊരു കാര്യം തന്നെ. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ വാഴ വന്ന് മുള്ളിന്മേൽ വീണാലും മുള്ളു വന്ന് വാഴമേൽ വീണാലും വാഴക്ക് തന്നെ കേട് എന്നുള്ള വിധത്തിലാണ് ചില ആൾക്കാരുടെ പ്രതികരണം. എല്ലാരും മന്ത്രിയാണോ ഈ വാഴ എന്ന് പറഞ്ഞത്? കേട് സംഭവിക്കുന്നത് വാഴ എന്നല്ല, ഞാൻ അങ്ങനെ അല്ല പറഞ്ഞത്. അതായത് ഏറ്റവും അധികം ഞാൻ ഉദ്ദേശിച്ചത് എപ്പോഴും അപകടം പറ്റുന്നത് മന്ത്രിക്കാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മന്ത്രിക്കാണ് പറ്റുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാന്ന് ഇവരാണ്. ഇല്ലെങ്കിൽ തന്നെ കാലാവസ്ഥാ നിരീക്ഷണത്തിന്റെ ഇതില് കുട്ടികളെ അയക്കാതിരിക്കുക. ഇല്ലെങ്കിൽ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ കാലത്ത് വെളിയിലിറങ്ങി നോക്കിയാൽ അറിയാം ഇന്ന് കോളും മഴയും വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ മക്കളെ അയക്കണ്ട. യെസ്, വളരെ നന്ദി. ദുബായിൽ നിന്ന് വിളിക്കുകയും ഈ അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന് വളരെ നന്ദി. കോട്ടയത്ത് നിന്നൊരു പ്രേക്ഷകൻ വിളിക്കുന്നുണ്ട്, ബോണി. ബോണി, കോട്ടയത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? മഴ വലിയ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ടോ? കുട്ടികളൊക്കെ നേരത്തെ അവധി കിട്ടിയില്ലെങ്കിൽ പ്രയാസമാണ് എന്ന് കരുതുന്നവരാണോ? അതെ, കോട്ടയത്ത് നല്ല മഴയാണ്. ഇവിടെ ഞാൻ എത്ര നേരം പറഞ്ഞു നോക്കിയിട്ട് കോട്ടയത്തിന്റെ കാര്യം ഒന്നും പറയുന്നില്ല. കോട്ടയത്ത് ഇവിടെ രാവിലെ തൊട്ട് ഇടിച്ചു കുത്തി മഴയായിരുന്നു. ഇപ്പൊ തന്നെ എന്റെ പിള്ളേർ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. സ്കൂളിൽ നിന്ന് വന്ന് അത് മുട്ടറ്റം വെള്ളത്തിലാണ് ഇങ്ങോട്ട് കയറി വന്നത്. മുട്ടറ്റം വെള്ളമാണ്. പിന്നെ ബസ്സുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകുന്നില്ല. കോട്ടയത്തിന്റെ കാര്യം ഇവിടെ സംസാരിക്കുന്നില്ല. നിങ്ങള് രാവിലെ സ്കൂളിൽ പോകുന്നതിന്റെ 5 മിനിറ്റ് മുമ്പ് പ്രഖ്യാപിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? പ്രഖ്യാപിക്കുകയാണെങ്കിൽ തലേ ദിവസം തന്നെ അതിനെക്കുറിച്ച് ഒരു ധാരണ തലേ ദിവസം തന്നെ പ്രഖ്യാപിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ സമാധാനമുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഇതെല്ലാം കൂടെ ഒരുക്കി കഴിഞ്ഞ് സ്കൂളിൽ പോകാറാവുമ്പോ ഉടനെ ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത്ര നേരത്തെ ഇതും കൂടെ ഇതാവത്തില്ലേ? അതെ, രാവിലെ ഈ പോകുന്നതിന് തൊട്ട് മുമ്പ് ഇതാക്കിയിട്ട് എന്നാ കാര്യമുള്ളത്? നമ്മൾ പറയുകയാണെങ്കിൽ തലേദിവസം തന്നെ വൈകുന്നേരം പറയുകയാണെങ്കിൽ അത്ര സമാധാനമില്ലേ? ഇപ്പൊ മുട്ടറ്റം വെള്ളത്തിലെ ഇപ്പൊ പിള്ളേർ കയറി വന്നിട്ട് പറയാം സ്കൂളിൽ ഒരു കൊച്ചിന് പനിയാ, ഒരു കൊച്ചിന് തലവേദനയാ. ഇതെല്ലാം വരുത്തേണ്ട വല്ല ആവശ്യമുണ്ടോ? ഈ മഴയത്ത് ഇങ്ങനെ കിടന്ന് കളിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. നമുക്ക് പിള്ളേർക്കൊക്കെ പനിയായി തുടങ്ങിക്കൊണ്ടിരിക്കുക. ഏതായാലും അഭിപ്രായം പങ്കുവച്ചതിന് വളരെ നന്ദി. കൊല്ലത്തുനിന്ന് ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്, ശ്രീ രാജൻ. രാജന്റെ അവസ്ഥ എന്താണ്? രാജൻ എന്താണ് അവിടെ നിന്ന് പറയാനുള്ളത്? മഴ അവിടെ കനത്ത രീതിയിൽ പെയ്യുകയാണോ? കുട്ടികൾ പ്രയാസം അനുഭവിക്കുകയാണോ? തലേ ദിവസം തന്നെ അവധി കിട്ടണം എന്ന അഭിപ്രായമുള്ളവരാണോ കുട്ടികൾ? അതെ, ഞാൻ ബോംബെ വന്നിരിക്കുകയാണ്, മുംബൈയിലാണ് ഇപ്പോൾ. അത് ശരി, അവിടെ എങ്ങനെയുണ്ട് കാലാവസ്ഥ? ഇവിടെ രാവിലെ മുതൽ മഴ തോർന്നിട്ടില്ല, ഭയങ്കര മഴയാണ്. കേരളത്തിൽ ഈ മഴ പെയ്യുമ്പോഴാണ് ആൾക്കാർ പറയുന്നത് പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പറയുന്നത്. അതേസമയത്ത് ഇവിടെ ലക്ഷക്കണക്കിന് കുടിലുകൾ, ചെറിയ ചെറിയ കുടിലുകളുണ്ട്, അതെല്ലാം വെള്ളത്തിനടിയിലാണ്. 2-3 ദിവസം ഇതൊക്കെ ഉണ്ടാവും. ഇതിപ്പോ പ്രതീക്ഷവും അല്ലാതെ ഇവിടുത്തെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നൊന്നും ഞാൻ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അതുപോലെ തന്നെ രാത്രിയിൽ ഒരു വലിയ സ്കൂളിന്റെ ഒരു ഭാഗം ഇടിച്ചു വീണു.
ആരും ഇവിടെ രാത്രി ആയതുകൊണ്ട് അപകടം പറ്റില്ലേ? അപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇടിച്ചു വീഴുന്നുണ്ടോ? സ്കൂളുകളൊക്കെ അപ്ഡേറ്റ് ചെയ്തില്ലേ, നല്ലതാക്കിയില്ലേ? എന്ത് കാര്യത്തിനും കുറ്റം പറയാം കേരളം. ഒരു ചെറിയ കാര്യത്തിന് എല്ലാ സമയവും കുറ്റം. എന്ത് നല്ല കാര്യം ഇതൊരു ചർച്ചയാണ്. അല്ല, ഞാൻ സാറിനോടല്ല പറഞ്ഞത്. പാവങ്ങൾക്ക് വീട് പണിഞ്ഞു കൊടുത്തു, അതിന് കുറ്റം. ക്യാമറ വെച്ചു, അതിന് കുറ്റം. എല്ലാ കാര്യത്തിനും കുറ്റം. മാറുകയാണ് മലയാളികൾ എന്നാണ്. എല്ലാ നല്ല കാര്യത്തിനും വേണ്ടാത്തത് പറഞ്ഞുകൊണ്ടിരിക്കുക. വളരെ നന്ദി. ബോംബെയിൽ എത്തിയിട്ടും പൊതുവേദിയിൽ പങ്കെടുത്തതിന്. ജിനു എന്നൊരു പ്രേക്ഷകൻ എറണാകുളത്ത് നിന്ന് ചേരുന്നുണ്ട്. ജിനു, ഈ കഴിഞ്ഞ തവണ എറണാകുളത്താണ് ഈ പ്രശ്നമുണ്ടായത്. പ്രധാനമായും ഈ അവധി വൈകി പ്രഖ്യാപിച്ചത് കുട്ടികളെ പ്രതിസന്ധിയിലാക്കിയത്. ഇത്തവണ അങ്ങനെ ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് കുട്ടികളും അതുപോലെ രക്ഷിതാക്കളുമൊക്കെ അവിടെ? ഞാൻ സ്കൂൾ ട്രിപ്പ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ശരി. ഒരു ഓട്ടോയിലാണ് 7 പിള്ളേരുണ്ട്. അപ്പൊ നമ്മൾ ഈ രാവിലെ ഇത് വന്നു കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ ഇത് പ്രഖ്യാപിച്ചത്. ഇന്നലെ എന്നൊരു ദിവസം ഭയങ്കര മഴയായിരുന്നു. ഉച്ചക്ക് പിള്ളേരായിട്ട് കൊണ്ടുപോകാൻ പോയപ്പോ സ്കൂളില് വാഹനങ്ങളൊക്കെ സ്കൂൾ ട്രിപ്പ് എടുക്കുന്നവരുടെ വാഹനങ്ങളൊക്കെ അടുത്ത് വെക്കാൻ പറ്റുമായിരുന്നു. ഇന്നലെ 2 വീലറുള്ളവരൊക്കെ എല്ലാരും, ഒരു കുട്ടികളുള്ളവരെല്ലാരും മഴ കാരണം കാറായിട്ട് വന്നിട്ട് ആകെപ്പാടെ ബ്ലോക്കായി ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് കുട്ടികളെ കൊണ്ട് സുരക്ഷിതമായി ഇറക്കി വിടാനും കയറ്റി കൊണ്ടുവരാനും പറ്റുന്നില്ല. ഒരു 200 മീറ്റർ അപ്പുറത്ത് മാറ്റിയിട്ടാണ് വണ്ടി എടുക്കാൻ പറ്റുക. LKG വരെയുള്ള കുട്ടികളുണ്ടായിരുന്നു. അവരെയും കൊണ്ട് ഈ കൊടയായിട്ട് ഇവരെയും കൊണ്ട് സുരക്ഷിതമായിട്ട് ആ ഓട്ടോയിൽ കയറ്റാൻ വേണ്ടി നടക്കാൻ ബ്ലോക്കും എല്ലാം ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഏതായാലും താങ്കളുടെ അഭിപ്രായം പങ്കുവച്ചതിന് വളരെ നന്ദി. സ്കൂൾ അധികൃതർ ഇതൊന്ന് ശ്രദ്ധിക്കട്ടെ എന്നാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. പൊതുവേദി ഒരു ചെറിയ ഇടവേളയിലേക്ക്, പക്ഷേ അതിനുശേഷം വീണ്ടും തുടരും. പൊതുവേദി തുടരുന്നു. ഒരു പ്രേക്ഷക ഇടുക്കിയിൽ നിന്നാണ് ചേരുന്നത്. ഷീന, ഈ കുട്ടികളെ സ്കൂളിൽ അയക്കുന്നതും ഈ അവധി പ്രഖ്യാപനം വൈകുന്നതുമൊക്കെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ടോ? എന്താണ് ഷീനയുടെ ഒരു അഭിപ്രായം? അതെ, ഒത്തിരി പ്രതിസന്ധി ഉണ്ട്. നമുക്ക് അവധി രാവിലെയൊക്കെ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിള്ളേർ 7 മണി 7:30 ആകുമ്പോഴത്തേക്ക് സ്കൂളിൽ പോകുന്ന സമയമുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ അവധി കഴിഞ്ഞാൽ നമ്മൾ അറിയും പോലെ നമുക്ക് ആ സമയത്ത് ന്യൂസ് വെച്ചോണ്ടിരിക്കാൻ സമയം കിട്ടത്തില്ല. നമ്മൾ തലേദിവസമൊക്കെ അറിയുകയാണെങ്കിൽ പിള്ളേർ ഒത്തിരി സഹായമായിരുന്നു. തലേദിവസം അറിയിക്കണമെന്നാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും വളരെ നന്ദി അഭിപ്രായം പങ്കുവച്ചതിന്. തിരുവനന്തപുരത്തു നിന്ന് ഒരു പ്രേക്ഷകൻ വിളിച്ചിട്ടുണ്ട്. ഹരിയും സമാനമായ പ്രതിസന്ധി നേരിടുന്നയാളാണോ? കുട്ടികൾ സ്കൂളിൽ പോകാൻ ഒക്കെ വരുമ്പോൾ നേരത്തെ അറിയണം എന്നാഗ്രഹിക്കുന്നുണ്ടോ? അല്ല, നമ്മളെ ഇത്തരം രീതിയിലുള്ള മഴ സമയത്ത് നമുക്കത് ഗവൺമെന്റ് അതിന്റെ രീതിയിലെ കാര്യങ്ങൾ നമ്മൾ മുന്നിൽ കണ്ട് മനസ്സിലാക്കി ചെയ്യേണ്ടത് ഗവൺമെന്റ് ആണ്. ഇത് ആദ്യമായിട്ടല്ല നമുക്ക് ഈ മഴ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ അത് ഗവൺമെന്റ് എന്ത് ചെയ്യണം? അത്തരം കാര്യങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി ഗവൺമെന്റ് അതിന്റെ രീതിയിൽ നിന്ന് മുൻകരുതൽ എടുക്കേണ്ടത് ഗവൺമെന്റ് ആണ്. ഇപ്പൊ മരം വീണെന്ന് പറഞ്ഞു, ഇതിനു മുമ്പ് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ഇൻസിഡന്റ് സംഭവിക്കും മാത്രമാണ് ഗവൺമെന്റ് അതിന് മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ നേരത്തെ കൂട്ടി മഴയെ നേരിടാൻ നമ്മൾ ആദ്യം തന്നെ വേനൽക്കാലത്ത് തന്നെ തയ്യാറെടുപ്പുകൾ നടത്തണം എന്നാണ് താങ്കൾ പറയുന്നത് എന്ന് ഞാൻ ധരിക്കുന്നു. ഏതായാലും വളരെ നന്ദി താങ്കൾ വിളിക്കുകയും അഭിപ്രായം പങ്കുവെക്കുകയും ചെയ്തതിന്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.